നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം മുഖ്യമന്ത്രിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തലങ്ങും വിലങ്ങും രൂക്ഷമായി വിമർശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുവന്നതും. ഇപ്പോൾ ഇതാ CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് തിരഞ്ഞെടുപ്പിലെ ഇടത് മുന്നണികളുടെ പരാജയത്തിന് കാരണമെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി, കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ എന്നിവ തിരിച്ചടിയായി എന്നും കൗൺസിലിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെയും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉടലെടുത്തത് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടതും തിരിച്ചടിയായിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ മതയോഗങ്ങളായി തന്നെ മാറി. മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നടത്തിയ നവകേരള സദസ്സ് വരെ ധൂർത്തായി മാറി. ഈഴവ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുകയായിരുന്നുവെന്നതും വിമർശനം ഉയർന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെതിരെ CPIയുടെ പല ജില്ലാ യോഗങ്ങളിലും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വോട്ടിംഗിൽ പ്രതിഫലിച്ചത് സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാണെന്ന അഭിപ്രായം എല്ലാവർക്കുമുണ്ട്. CPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വമും ഈ അഭിപ്രായത്തെ അംഗീകരിക്കുന്നുണ്ട്. തോൽവി വിലയിരുത്തുന്നതിനായുള്ള CPMന്റെ നേതൃയോഗത്തിന് ഇന്ന് തുടക്കമാകും.